ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ലോഗ് ആയാലോ. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും അനിയനും അനിയത്തിയും കൂടിയിട്ട് എങ്ങടാന്ന് പോകുന്നത് വെച്ചാൽ എൻ്റെ അമ്മാൻ്റെ ഫ്രണ്ട്സും അവരുടെ മക്കളെല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അവർ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ കയറി. ബസ്സിൽ കയറിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് ഓർമ്മ വന്നപ്പോൾ കയറിയപ്പോഴത്തേനും വീഡിയോ ഒക്കെ എടുത്തതാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചെറുത്തുരുത്തി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നത് നിലാബോട്ട് ക്ലബ്ബിലേക്കാണ്. അവിടെ കുറച്ച് നേരം പോയിട്ട് ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയത്തി അനിയനും ഉമ്മയും അവരെല്ലാവരും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർ പോവാണ് അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് അവരെ വെറുപ്പിച്ചിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കാൻ കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ എന്തോ കോളേജ് ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ. ആ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ പഞ്ചകർമ്മ ആയുർവേദ മെഡിക്കൽ കോളേജ് അവിടെയാണ്. അതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ നിലാബോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പണി കാരണമായ കാരണം അവിടുത്തെ മെയിൻ എൻട്രൻസ് അവിടെ എന്തോ ക്ലോസ് ചെയ്തിട്ടിരിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ടും കുട്ടികളൊക്കെ അവിടെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ നടന്ന് കാണുകയാണ്. അവിടെ മറ്റേ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവില്ലേ, യന്ത്രൂഞ്ഞാലും സംഭവങ്ങളൊക്കെ അതൊക്കെ കാണുകയാണ്. പിന്നെ ഞങ്ങളിവിടെ പുഴയുടെ അവിടെ അങ്ങനെ അരികിലൊക്കെ പോയിരുന്നിട്ട് ഞങ്ങൾ 4 പേരൊക്കെ ഇങ്ങനെ നടന്ന് കാണട്ടെ. കാരണം അവർ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് ഇവിടെയൊക്കെ കാണാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവരെ കുറച്ച് നേരം അവർ കളിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ പാർക്കിൽ കയറി കേട്ടോ. അപ്പോൾ അവരെങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവരെങ്ങനെ ഊഞ്ഞാലൊക്കെ ആട്ടി കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ അവർ പറഞ്ഞു വിശക്കുണ്ട്, ഐസ്ക്രീം വരുന്ന സമയത്ത് ഐസ്ക്രീം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഞങ്ങളൊക്കെ പോയിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അവരൊക്കെ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ മട വേറൊരു ഫ്രണ്ടും കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരാണ്. മട 3 ഫ്രണ്ട്സാണ്. അതായത് ഇമ്മ പിന്നെ വേറെ 2 ഫ്രണ്ട്സാണ് ഉണ്ടായിരുന്നത്. അവർ വന്നപ്പോഴത്തേനും പിന്നെ മഴയൊക്കെ പെയ്ത് ആകെ ഇതായി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ നിന്നു. നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റാത്തതുണ്ട്. പക്ഷെ ഇവിടെ ഒരു പിന്നെ ഇങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഔട്ടിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.